ഹായ് ഗായ്സ്, വെൽക്കം ടു മുനിഷാസ് ജേണൽ. സോ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും വീഡിയോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഇപ്പോൾ കുറച്ച് ഫ്രീ ആയി വരുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചു ദുബായിലെ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാന്ന്. സോ ഇന്ന് ഫസ്റ്റ് നമ്മൾ പോകുന്നത് നല്ല ഈവനിങ് ടൈമാണ്. ഈവനിങ് എന്ന് പറയുമ്പോൾ 6:20 ഇത്ര വെയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ പോകുന്നത് ദുബായിലെ ഫസ്റ്റ് പെറ്റ് ബീച്ചിലോട്ടാണ്. ഇപ്പോ സൂക്കി സേ ഹായ്. സൂക്കി എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ഞാൻ എല്ലാത്തിനും ഫസ്റ്റ് പ്രയോറിറ്റി സൂക്കിക്കാണ് കൊടുക്കാറ്. സോ എല്ലായിടത്തും പെറ്റ്സ് അലൗഡ് അല്ല. സോ ഞാൻ എന്ത് സ്ഥലം, അതായത് എൻ്റെ വീക്കെൻഡ്സ് ഞാൻ ചെലവഴിക്കുമ്പോൾ അത് സൂക്കിക്ക് പറ്റിയൊരു സ്ഥലം ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കാറുണ്ട്. ലാസ്റ്റ് നമ്മളൊരു ഹംറ ബീച്ചിൽ പോയിരുന്നു, റാസൽ ഗെയിമയിൽ. അത് നിങ്ങൾ കാണേണ്ട ഒരു കിട്ടിലൻ സ്ഥലം തന്നെയാണ്. അടിപൊളി. അന്നൊന്നും എടുക്കാൻ പറ്റിയില്ല, അന്നൊന്നും മനസ്സ് ഉണ്ടായിരുന്നില്ല വീഡിയോസ് എടുക്കാൻ. അന്നൊക്കെ സൂക്കിയുടെ കൂടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. സോ ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിലെ ഫസ്റ്റ് പെറ്റ് ബീച്ചിലോട്ടാണ്. ഞാൻ മാത്രമല്ല, ഇപ്പം ഇനിയിപ്പോൾ റിഷാദ്, ഷ്യാം, അഫ്സൽ എല്ലാവരും ഉണ്ട്. നമ്മളൊരു ഗ്രൂപ്പായിട്ട് തന്നെ പോവാന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ ആണ്, അപ്പം അങ്ങനെ വിചാരിച്ചു. സോ സൂക്കി പറ. എല്ലാവർക്കും നമസ്കാരം. സൂക്കീസ് ജേണലിലേക്ക് സ്വാഗതം. സോ ഞാനും സൂക്കിയും ബീച്ചിലോട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങൾ ബീച്ചിൽ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ ഷാർജയിൽ നിന്ന് കിയാദയിൽ എത്തിയിരിക്കുകയാണ്. കിയാദയിൽ അവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ബീച്ചിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് അവർ വലിയ എക്സ്പെക്റ്റേഷനിൽ നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം. അങ്ങ് ദൂരെ ദൂരെ കാണാൻ മറിയത്തല്ല, തൊട്ടടുത്ത് അവർ നിൽക്കുന്നുണ്ട്. ഹായ് ശ്യാം. ഹായ്. റിഷാദ് എൻ്റെ സ്വന്തം ഗ്രാഫിക് ഡിസൈനറാണ്, വീഡിയോഗ്രാഫറാണ്, എഡിറ്ററാണ്, ഓൾ ഇൻ ഓൾ ആണ്. റിഷാദ് കാരണമാണ് അറേബ്യൻ വോയിസ് മുന്നോട്ട് പോകുന്നത്. പോരഞ്ഞു മിണ്ടാണ്ടി. ഇത് അഫ്സല് ഞങ്ങളുടെ RKM ബിൽഡിങ്ങിലെ സെക്യൂരിറ്റി കഴിഞ്ഞ പിന്നെ അഫ്സലാണ് അവിടെ എല്ലാം. അഫ്സല് അറിയണം എന്തുണ്ടെങ്കിലും തീരുമാനിക്കാൻ. ഇത് ശ്യാം ഏതോ ഒരു വഴിപോക്കൻ ഞങ്ങളുടെ കൂടെ വരട്ടെ ബീച്ചിലോട്ട് എന്ന് പറഞ്ഞപ്പോ വന്ന്. സോ നമ്മള് എങ്ങോട്ടാ പോകുന്നറിയോ? എങ്ങോട്ടാ കണ്ടു? ഇതാണ് ഞാൻ വിളിച്ച എങ്ങോട്ടും വരും. ഇവർക്ക് എങ്ങോട്ടാന്നൊന്നും അറിയണ്ട, ഒരു പണിയില്ലാണ്ടിരിക്കുക. എന്നാലും പറ. നമ്മള് ദുബായിലെ ഫസ്റ്റ് ബീച്ച് പെറ്റ് ബീച്ചിലോട്ടാ പെറ്റ് ബീച്ച്. കാരണം നമ്മൾ ഇമ്പോർട്ടൻസ് ആർക്കാണ് കൊടുക്കുന്നത്? സൂക്കി ഉറങ്ങിയതാ. സൂക്കി ഹായ് പറ. അവളായിരുന്നു മെയിൻ. അപ്പൊ ഗായ്സ്, ഞാനും മമ്മയും ശ്യാമങ്ങളും റിഷാദങ്ങളും അഫ്സലങ്ങളും പോകുന്നു ബീച്ചിലോട്ട്. സോ നമുക്കിനി ബീച്ച് കാഴ്ചകൾ കാണാം. നമസ്കാരം. സോ ഗൈസ്, ഞങ്ങളങ്ങനെ ഏതോ വലിയ വണ്ടിയാ, അതുകൊണ്ടാ. അപ്പൊ ഗൈസ്, ഞങ്ങളങ്ങനെ പിന്നെന്താണ് ബീച്ച് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ ഭയങ്കര സന്തുഷ്ടരാണ്. കാരണം ഭാവിയിലെ സ്റ്റാർസ്, കാരണം ഞാൻ എന്തായാലും സ്റ്റാർ ആണ്. സോ ഇവരൊക്കെ ഞാൻ ഒരു 5 months കഴിയുമ്പോൾ ഇവർക്കൊക്കെ സിൽവർ ബട്ടൺ വേണമെന്നാണ് ആഗ്രഹം. വേറെ വല്ലതും? ഓക്കെ. അപ്പൊ എല്ലാവർക്കും അതെ. ഇന്നിപ്പോ പിന്നെ അതെ, പൈസ പ്രശ്നമല്ല. പൈസ ഓൾറെഡി ഞാൻ ഇവർക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ ബീച്ചിലോട്ട് വരുന്നതിന് പോലും പൈസ കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കൊരു സപ്പോർട്ട്. അങ്ങനെയല്ല, അത് കുഴപ്പമില്ലാട്ടോ. നമ്മളത് പറയുന്നോണ്ട് എന്താ, നമ്മളുടെ വ്യൂവേഴ്സിന് സത്യസന്ധത പുലർത്തണം. കാരണം ഇവരിപ്പോ വരും, ബീച്ചിലോട്ട് വന്നാലും എനിക്ക് 1-2 ഫോട്ടോ ഒക്കെ ശ്യാം എടുത്തരും, കുറച്ച് റീൽ എഡിറ്റ് ചെയ്ത് തരും. അപ്പൊ ഞാൻ ചെറിയൊരു പേയ്മെന്റ് കൊടുക്കും. ലാസ്റ്റ് ഹംറിയ ബീച്ചിന്റെ ഇത് എഡിറ്റ് ചെയ്തത് ശ്യാമാണ്. അപ്പൊ ശ്യാമ ഞാൻ 500 dirhams കൊടുത്തു. അപ്പൊ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ ശ്യാമിനെ വിളിക്കാം. കുഞ്ഞു ഷൂട്ട്സ്, കാരണം വലിയ ഇതൊന്നുമില്ല, കുഞ്ഞു രീതിയിൽ അവനെ വയ്ക്കും. അപ്പൊ അങ്ങനത്തെ എഡിറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ ശ്യാമിനെ വിളിച്ചാൽ മതി. ഇതൊക്കെ അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്യാണ് ഇനി. ഇപ്പൊ നമ്മുടെ വേറെ സ്റ്റാഫ്സ് ഒക്കെ ഓൺ ദി വേ ആണ്. സോ ഞങ്ങൾ തീരുമാനിച്ചു ഇനി എപ്പോഴും വ്ളോഗ് ഇടണം. കാരണം ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഇല്ലേടാ? ഒരുപാട് കഥകളുണ്ട്. ഞങ്ങൾക്ക് കുറേ സ്ട്രഗിളിങ് കഥകൾ ഇവർക്കൊക്കെ എനിക്കും പറയാനുണ്ട്.
അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ നിലയിലെത്തിയെന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ഇല്ലേ? സോ ഞങ്ങളെ വ്ളോഗ് ഞങ്ങൾ തുടരും. ഇനി ബീച്ചിൽ പോയിട്ട് ബീച്ചിലെ കാഴ്ചകൾ കാണാം. ബീച്ച് എന്ന് പറയുന്നത് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിന്റെ തൊട്ടടുത്താണ്. നിങ്ങൾക്ക് അടിച്ചാൽ കാണാം. എന്തടിക്കേണ്ടത്? ആ ശരി എന്നാ. അപ്പൊ ദുബായ് ഐലൻഡ് ബീച്ചിലേട്ടാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ദുബായ് ഐലൻഡ് ബീച്ച് എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്താൽ കറക്റ്റ് അതിന്റെ മുമ്പിൽ എത്തിപ്പെടാം. പക്ഷെ നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാ പോകുന്നത്. അതിലുണ്ട് ഫ്രീ പാർക്കിംഗ് ആണെന്ന്. സോ നമുക്ക് അവിടെ ഇത് ഇപ്പൊ അടുത്ത് ഓപ്പൺ ചെയ്തതാ, പുതുതായിട്ട് ഓപ്പൺ ചെയ്തതാ. അപ്പൊ അതിവിടെ പറയാനുണ്ടായ സാഹചര്യം എത്ര നടക്കണം? എന്നിട്ട് എന്തിനു നിങ്ങൾ 4 കിലോമീറ്റർ നടന്നു? നിങ്ങൾക്ക് ഒരു ടാക്സി എടുത്ത് പോയാൽ പോരായിരുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചില്ല? പറയണ്ടേ? ഇനി ഫുൾ റീചാർജ് ചെയ്യണേ. പോസ്റ്റ് പെയ്ഡ് സിം ആക്കിക്കോളൂ. നാളെ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തോ. എന്തിനാ അവന്റെ പോസ്റ്റ് പെയ്ഡ് സിം ആക്കുവാനോ? നമുക്ക് തിരിച്ചു വരുമ്പോ എന്തായാലും പോസ്റ്റ് പെയ്ഡ് സിം ആക്കിക്കണം എല്ലാവരും കേട്ടോ. മാർക്കറ്റിന്റെ എന്ത് ബോർഡ്. സോ നമ്മൾ ഇനി വെറും ദുബായിലെ സൺസെറ്റ്. സൺഡേ ആയതുകൊണ്ട് ഒരു വണ്ടി പോലും. ഇത് ഡ്രൈവറിന്റെ വണ്ടിയാണോ? ഓക്കെ. അപ്പൊ നിന്റെ വണ്ടി? അപ്പൊ ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ടാ തോന്നണോ ഒരു ആളും മനുഷ്യനും റോട്ടിലില്ല. ഇത് ദുബായി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ ഞങ്ങള് ബീച്ചിലോട്ട് ഇങ്ങനെ അപ്പൊ ഞങ്ങളിപ്പോ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ ബീച്ചിന്റെ വഴിയൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കാരണം കൊറേ റോഡ് ക്ലോസ് ആണ്, പണി നടക്കാണ്, കംപ്ലീറ്റ് ഒന്നും ആയി. എന്താ അത് കുഴപ്പമില്ല. അപ്പൊ അതെന്തായാലും കട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, സത്യം പറഞ്ഞ ഇതുവഴി ഒറ്റ ഇതിൽ വന്നാൽ മതിയായിരുന്നു. പക്ഷെ മാപ്പ് നമ്മളൊന്ന് ചുറ്റിച്ചു. അപ്പൊ എത്തി. പാർക്കിംഗ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മളിപ്പോ അപ്പൊ ഞങ്ങള് എത്തി, ബീച്ചിലെത്തി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊറേ ഡോഗ്സ് ഉണ്ട് ഇവിടെ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവളെ പോലെ അല്ല, നല്ല സ്മാർട്ട് ഡോഗ്സ്. ഇതാ ഇവളും സ്മാർട്ടാ. കണ്ടോ ഒരു ഡോഗ് പോകുന്ന കണ്ടപ്പോ അവളുടെ ഇളക്കം കണ്ടോ? അവളുടെ ഇപ്പൊ ആർക്കൊക്കെ ആയിരുന്നു പരാതി? സൂക്കി മിണ്ടുന്നില്ല, സൂക്കി പാവമാണ്. പൊതുവേ സൂക്കിയെ പറ്റി വീട്ടിൽ വരുന്നവരൊക്കെ പറയണാണ് സൂക്കി ഭയങ്കര പാവാന്ന്. ഇപ്പൊ ഒരു ആൺപട്ടി പോയപ്പോ കണ്ടില്ലേ സൂക്കിയുടെ പാവത്തരം? മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? സൂക്കി കണ്ടോ? സൂക്കി ത്രില്ല. ഇതുവരെ കിടന്ന പെണ്ണാ. ഇവിടെ ഇറങ്ങണോ? ഇറങ്ങാം, നമുക്ക് ഇറങ്ങാം. ഓക്കെ അല്ലേ? വാ 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 ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. വാ സൂക്ക്. ഇവക്കും പോണം. സൂക്കിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ആയിരിക്കുന്നു. സൂക്കി ശ്രദ്ധിക്കണം മോളെ, ശ്രദ്ധിക്കണം. മതി സ്വകാര്യം നോ 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 നോ
നോ നോ നോ നോ നോ എന്താ അറിയോ അവളുടെ ഹീറ്റ് ആക്രാന്തൻ കാരണം അവള് ഹീറ്റ് ടൈം ഇപ്പൊ ബോയ്സിനോട് അധികം ഇത് പാടില്ല. 11 months. അതങ്ങനെ അവൾക്ക് വന്നേ വാ. വാ ഭയങ്കര ഇതായിട്ടുള്ള ഒരു ബീച്ചല്ലേ കാം, അതായത് ഒരുപാട് പക്ഷെ കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നു. അവിടെ വെള്ളത്തിൽ നീന്തുവേ പൊന്നേ. ഇത് വെറുതെ അല്ല ഇവിടെ ഇടുക, വേറെ ഇടുവോ കൊണ്ട് പൊന്നി. ഒരു മിനിറ്റ് പൊന്നി. അറിയില്ല. ഇത് ഇവള് പുള്ളി ചാടിയിട്ട് കണ്ടിട്ടില്ലേ. വാ ഇനി നമുക്ക് എൻജോയ് ചെയ്യാം. നല്ല ബീച്ചാ. കരടിയെ പോലെ ഫീൽ ചെയ്യുന്നു ഓരുടെ. ഞാൻ ആലോചിക്കുന്ന എന്താ അറിയോ, നമുക്ക് പെൺകുട്ടികളെ നോക്കിയിട്ട് പോവാം. ശ്യാമൊക്കെ എന്ത് ചെയ്യ, അത് അവരതാ ദൂരം വരുന്നു. അങ്ങ് ദൂരെന്ന് ഞങ്ങളുടെ കൂടെയുള്ളവർ വരുന്നുണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട്. അവരും കൂടി വരട്ടെ, അതാണ് എല്ലാ അർത്ഥത്തിലും സേഫ്. ശ്യാം പോയോ അതുവഴിക്ക്? തട്ടിയേനെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഇത് പെണ്ണന്നെയാണല്ലോ അല്ലേ ഇവിടെ നീ മണപ്പിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇവള് അത് തന്നെയാണോ എന്നൊരു ഡൗട്ട് വന്നു. ഇൻട്രസ്റ്റ് പോയെന്ന്. നോട്ട് ഇൻട്രസ്റ്റഡ്. ഇതൊരു പെണ്ണുങ്ങളെ ഒരു വേഷം കെട്ടിണ്ടാവും. ചെക്കൻ വിട്ട് ഉമ്മയ്ക്കും അയക്കുമ്പോ ആൺകുട്ടി പിന്നെ കണ്ടില്ല, അത് ഏറ്റില്ലായിരുന്നു കേട്ടോ. അതാ അങ്ങനെ ഒലിച്ചു പോയി. എന്തോ കൊടുത്ത് കളഞ്ഞിട്ടോ. സൂക്കിന്റെ സെയിം അളവ്. നല്ലൊരു കാമായിട്ടുള്ള ഒരു സ്ഥലമാണ് ദുബായ് ഐലാൻഡ്. ഈ പെറ്റ്സ് ഇല്ലാത്തവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം എന്താ അറിയോ, ഭയങ്കരമായിട്ട് ഇരിക്കാൻ പറ്റും, തിരക്കില്ല. മംസാറിലൊക്കെ പോയാൽ നമുക്ക് നടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ പറയേ വേണ്ട. പക്ഷെ ഇത് ശരിയാവില്ല. അത് വേണ്ട റിഷാദെ, അത് വേണ്ട റിഷാദ്. സീൻ പിടിക്കലൊക്കെ നിഷേധിച്ചിരിക്കുന്നു. നാളെ ഇരിക്കാൻ പോയതാ, അതാണ് പറഞ്ഞേ. അയ്യോ ഇത്രയും സീറ്റ് ഉണ്ടായിട്ട് എനിക്ക് അവിടെ തന്നെ പോയി ഇരിക്കണം എന്ന് പറയുന്നത്. അതെ അതെ, അത് വേറെയാണ്, കട്ടറുമ്പല്ല. അങ്ങനെ അവിടെ ഉണ്ട് കൊറേ പേര്. പക്ഷെ ഇവളെന്താ അർജുൻ മറ്റേ ഇതുപോലെ ജർമ്മൻ ഷെപ്പേർഡ് അല്ല, അർജുനുണ്ട് ഇവിടെ. അയ്യോ അതിനെന്താ കുളിപ്പിക്കേ. എടാ പെറ്റ്സ് ഇറങ്ങുന്നുണ്ട് തോന്നണേ വെള്ളത്തില്. ഒന്ന് ഇറക്കി വിട്ടോക്ക്. അതാ പെറ്റ്സ് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ പെറ്റ്സ് ആണേ ഓരോ കയ്യിലൊക്കെ. നമ്മളിപ്പോ ഒരു സിനിമ ഇറങ്ങിയില്ലടാ, ഭയങ്കര കടിയടിക്കുക. എടാ നമ്മളിപ്പോ ഒരു സിനിമ ഇറങ്ങിയതായിരുന്നു. മറ്റേ ഇവന്റെ ഒക്കെ ആ ചെറുക്കൻ ഭയങ്കര സന്ദീപും. എടാ ഇവനൊക്കെ ഷറഫുദ്ദീനും അടക്കളോ. അതില് ഷറഫുദ്ദീന്റെ അടുത്തുള്ള സാധനം പേരറിയില്ല. അതിന്റെ വാല് നോക്കിയടാ, നല്ല രസമുണ്ട്. അതിന്റെ വാലൊന്ന് കാണിച്ചു. കോയിലിട്ട് കറക്റ്റ് വളഞ്ഞിരിക്കുന്ന വാല് ഇതാണ്. എത്ര നിർത്തിയാലും നീരില്ലാന്ന് പറയണേ. അയ്യേ ശ്യാമു മാത്രേ ഉള്ളൂ. എന്തൊരു ചളി. ഇറങ്ങുന്നേ ഞാൻ വിചാരിക്കും നമുക്ക് ആ വണ്ടിയിൽ കയറി നനഞ്ഞിരിക്കണ്ടേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഇറങ്ങായിരുന്നു. പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് വന്നാൽ മതി. അതിന് ഇറങ്ങാൻ പറ്റുമായിരുന്നല്ലോ, അല്ലെങ്കിൽ ബീച്ചല്ലേ. ഇതൊന്നും ഇതാക്കല്ലേ,
ഇറങ്ങാതിരിക്കുന്നതാണ് സേഫ്. എന്താ വെള്ളത്തിലൊന്നും എടാ നിങ്ങൾക്കൊരു കാര്യം അറിയില്ലേ, ഇവര് വെള്ളത്തിൽ അപ്പിയിടുക അങ്ങനെ നിങ്ങളൊക്കെ സ്വിമ്മിംഗ് പൂളിൽ മുള്ളുമായിരിക്കും, അത് നിങ്ങളുടെ സ്വഭാവം. പക്ഷെ ഇവര് മുള്ളില്ല, ഇവർക്കൊരു പൊസിഷൻ ഇടാ, ആ പൊസിഷൻ ഇവരെങ്ങനെ പിടിക്കുന്നു? ഇവർക്ക് അങ്ങനെ മുള്ളാൻ പറ്റുള്ളൂ, വെറുതെ കിടന്ന് മുള്ളാൻ പറ്റില്ല. നമ്മളെ പോലെ കിടന്ന് മുള്ളുമല്ലോ, അതൊന്നും പറ്റില്ല പൂളിൽ ഇരുന്നിട്ട്. അല്ല നിങ്ങളിപ്പോ പൂളിൽ മുള്ളാറുണ്ട് പറഞ്ഞില്ല, പക്ഷെ അവൾ അങ്ങനെയല്ല. അതെ, ഇവള് പക്ഷെ പൊന്നി പോയിട്ടൊന്ന് നീന്തി വരുന്നോ? ഈ തലക്കൊന്ന് വിട്ടോക്ക്. അടെങ്ങനെ പേടിയാടാ ഇതിന്റെ ഇത് കാണുമ്പോ. നീന്താണെങ്കി അഫ്സലെടുത്ത് ചാടും. വാ പൊന്നി ഒന്ന് വാ, വെള്ളത്തില് വെറുതെ. കുതിര അതിന് ചാടാനല്ലേ നമ്മുടെ മുത്തുമോനുള്ളത്. വാ ഞാൻ മാറിക്കൊടുക്കേ, ഓളോട് ചാടട്ടെ. വാ പൊന്നി വാ. അത് വേണ്ട മറിഞ്ഞു നിക്കുക, മറിഞ്ഞു നിക്കല്ലേ. വാ പൊന്നി വാ, പൊന്നി വാ. കൊണ്ടിട്ട് ഇങ്ങനെ കാല് മുക്കി നോക്കിയാലോ, എല്ലാരും കൂടി അറ്റാക്ക് ചെയ്യുന്നു. ഡ്രസ് ഊരിയേക്കാല്ലേ. പക്ഷെ എന്താ അറിയോ, ഇത് കഴിഞ്ഞാ പിന്നെ അവളെ ഇതാക്കാൻ പറ്റില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല മീൻസ് അവള് വെള്ളത്തിലായാ പിന്നെ അവളെ കുളിപ്പിച്ച് കയറ്റണ്ടേ, തോർത്തൊന്നും കൊള്ളില്ലല്ലോ. അതാ അവളുടെ ഫ്രണ്ട്സ് ഒക്കെ അതാ വരുന്നത്. ഇതൊക്കെ അവള് തിരിച്ചു ഭാഗത്തിനുള്ള ആളുകൾ ഇതാ കൊറേ ഇവിടെ. ഒന്ന് ഉറക്കെ പറയാം, മൈക്ക് ഇവിടെ മറ്റേ മൈക്ക് ഊരി വെച്ച് ഉറക്കെ പറഞ്ഞു. നല്ല ഒരു ഡോഗ്സ് ലവർ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോഗ്സിന് നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, അടിപൊളി സ്പേസ് ആണ്. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, സൂക്കിനെ പോലെ കുളിക്കാൻ പറ്റും. സൂക്കിനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ, സൂക്കി ഇവിടെ തന്നെ കാണിച്ചാ. ഇതാ ഹാപ്പി ആയിരിക്കാൻ പറ്റും, ഇതുപോലെ നനഞ്ഞു കുതിരാൻ പറ്റും. പാവന്റെ സൂക്കി കണ്ടിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇല്ലാണ്ടായി. സൂക്കിന്ന് വിളിച്ചത് സൂക്കി വെള്ളത്തിൽ ചാടിയിട്ട് ആകെ ഇതായേക്കുവാ, കണ്ടോ? അതാണ് ആകെ അങ്ങ് വെള്ളത്തിൽ ചാടി ഇല്ലാണ്ടായി നിക്കുവാ. ബായ് പറ സൂക്കി. ഹായ് ചേച്ചി, ഹായ് ചേച്ചി, ഹായ് ബൈ. സോ ഗായ്സ് ഞങ്ങൾ അങ്ങനെ ബീച്ച് കണ്ടു. ഈ മണ്ടന്മാരൊരു 10 കിലോമീറ്റർ അപ്പുറത്താണ് പാർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, പാർക്കിംഗ് തൊട്ടടുത്ത് വെക്കണം. അയ്യോ സോ സൂക്കി പോകുമ്പോ എന്ത് ബ്യൂട്ടി ആയിരുന്നു, ഇപ്പൊ നോക്കിയാ ഒരുമാതിരി ആയിപ്പോയി. സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, മീൻസ് നടത്ത ഒഴികെ ബാക്കിയെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ടു വിസിറ്റ് ദുബായ് ഐലൻഡ് ബീച്ച്.